അമ്മച്ചി എന്തുവാ ഇന്ന് ചെയ്യുന്നേ? ഞാനൊരു കൊഞ്ച് തീയൽ വെക്കാൻ പോവാ. നല്ലാന്നോ? നല്ലതാ. കുഞ്ചിന്റെ കൂടെ എന്തുവാ വേറെ? കുഞ്ചിന്റെ കൂടെ പടവലങ്ങ. പടവലങ്ങയും ചുമന്നുള്ളിയും അല്ലേ? പച്ചമുളക് കൂടെ വേണം. നല്ലതാണോ ഇത്? നല്ലതാ. പണ്ടൊക്കെ ഇതൊക്കെ ഇങ്ങനെ വെക്കുവായിരുന്നു. പണ്ടൊക്കെ ഇതൊക്കെയാ കറികളൊക്കെ. ഇപ്പോഴല്ലയോ എല്ലാവർക്കും അതുപടിയൊക്കെ ചെയ്യാം. ഇപ്പോഴും ഇഷ്ടമാ, പക്ഷെ ആർക്കും സമയമില്ല. സമയമില്ല, എല്ലാവർക്കും മടിയാ. മടിയൊന്നും അല്ല. അമ്മച്ചിയൊക്കെ ഇതൊക്കെ ഒരുപാട് വെച്ചിട്ടുണ്ടല്ലയോ? പിന്നല്ലേ, അതിന്റെ ആരോഗ്യമൊക്കെ ഇപ്പോഴും ഉള്ളത്. ആണോ? ഇപ്പോഴും ഒരു 50 വയസ്സായിട്ട് ഒരു അസുഖം. പണ്ടത്തെ തീറ്റയൊക്കെ ഇതൊക്കെ. ഇതെങ്ങനെയാ അമ്മച്ചി വെക്കുന്നേ? ഇത് അരിഞ്ഞ് ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടി. കൊഞ്ചെന്തോ എടുക്കും? കൊഞ്ച് ഇതെല്ലാം കൂടെ വഴട്ടി, കൊഞ്ചും അതിൻ്റെ കൂടെ കഴുകി വഴട്ടി. കൊഞ്ച് വറക്കണ്ടായ? കൊഞ്ച് വറക്കണം. ഇതെന്താ കൊഞ്ച് വറക്കണം. കൊഞ്ചും വറുത്ത്. അരപ്പെന്തുവാ? അരപ്പ് തേങ്ങ വറുത്തരക്കണം. തേങ്ങായും എല്ലാം കൂടെ വറുത്തരച്ച് തീയല് വെക്കണം. അമ്മച്ചി പണ്ട് വേറൊരു കറി വെക്കുമായിരുന്നു, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് കൊഞ്ച് തീയൽ വെക്കാം. അമ്മച്ചി ചേമ്പിന്റെ അത് നല്ലതാ. അത് ചേമ്പിന്റെ എന്തോ ഇല, ശരീരത്തെ കൊഴുപ്പൊക്കെ മാറ്റുന്ന ചേമ്പിന്റെ. ഇപ്പൊ ആർക്കും അത് അറിയത്തില്ല. ചേമ്പിന്റെ ഇല കൊണ്ടുവന്ന് ചുരുട്ടി ഇങ്ങനെ മടക്കി കെട്ടി വെക്കും. കെട്ടി വെച്ചിട്ട് അത് മാറ്റി വെച്ചിട്ട് അത് ശകലം തോട്ടുപുളി ഇടണം. തോട്ടുപുളി അടുക്കിയിട്ടിട്ട് അരപ്പും കൂടെ വേകണം. അരപ്പും തോട്ടുപുളിയും കൂടെ വെന്ത് കഴിഞ്ഞിട്ട് ഈ ഇല വാരി അതിൻ്റെ പുറത്ത് വെച്ച് അരപ്പും വെച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. പച്ചവെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നല്ല രുചിയാണ്. ഇപ്പോൾ ഉള്ളവർക്കൊന്നും അറിയത്തില്ല അതൊന്നും. പക്ഷെ അതുണ്ടല്ലോ ശരീരത്തെ കൊഴുപ്പൊക്കെ നീക്കുന്ന ചേമ്പിൻ്റെ ഇല. അത് ഏത് സമയത്താ എടുക്കുന്നത്? അത് കൂടുതൽ കർക്കിടക മാസമൊക്കെ ആകുമ്പോൾ അതിനൊരു നെയ്യുണ്ട് ഇലയ്ക്ക്, ചേമ്പിൻ്റെ ഇലയ്ക്ക്. കർക്കിടക മാസം ആകുമ്പോഴാണ് അത് കൂടുതൽ. ചേമ്പിൻ്റെ ഇലയ്ക്ക് ഒരു നെയ്യുണ്ട്, അതിൻ്റെ ഒരു രുചിയുണ്ട്. ചെറിയത്തൊന്നുമില്ല. അമ്മച്ചിയൊക്കെ അതൊക്കെ വെക്കുമായിരുന്നു. അയ്യോ, അതൊക്കെ അതുകൊണ്ടല്ലേ ഇപ്പോഴും ഒരു അസുഖവും ഇല്ലാത്ത. എങ്ങനെയൊക്കെ തിന്നണം. പണ്ടൊക്കെ ഇറച്ചിയും മീനും ഒന്നും അധികം തിന്നത്തില്ലല്ലേ. അതൊന്നും അധികം ഇല്ലല്ലോ, കൊണ്ടേലും തിന്നത്തില്ല. ഇപ്പോഴും കണ്ടില്ലേ 80 വയസ്സ് കഴിഞ്ഞിട്ട് ഓരോ അസുഖവും. ഇന്ന് വരെ ഒരു പനി പോലും വന്നിട്ടില്ല. ഇതൊക്കെ തിന്നിട്ടാണോ? ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആഹാരത്തിലാ അസുഖങ്ങൾ വരുന്നത്. ആന്ന് എനിക്ക് ഇതുവരെ ഒരു പനി പോലും വന്നിട്ടില്ല. 80 വയസ്സ് കഴിഞ്ഞ് ഒരു പനി പോലും വന്നിട്ടില്ല. ഒരാശുപത്രിയിലും കയറിയിട്ടില്ല, ഒരു ഡോക്ടർമാരെന്നെ തൊട്ടിട്ടില്ല. പണ്ടത്തെ ആഹാരത്തില്ല. പണ്ട് ഈ ചേമ്പിൻ്റെ ഇലയും ഒക്കെ തോരൻ വെച്ച് ഇങ്ങനെ ചുരുട്ടിക്കെട്ടി തോരൻ വെച്ച് തിന്നേ. ചൊറിയത്തില്ല. അത് പുളി ഈ അടിക്ക് പുളി അരപ്പും കൊണ്ടിട്ട് വേഗം അതിൻ്റെ കൊണ്ടൊക്കെ ഇത് വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിറക്കും. നമുക്ക് ഇനി ഒരു ദിവസം അത് ചെയ്യണേ. ഇനി അതൊരു ദിവസം ചെയ്യണം. നല്ല രുചിയാണ്. ചേമ്പിന്റെ എല്ലാം ചൊറിയുന്നതാ. ചേമ്പിന്റെ എല്ലാം ചൊറിയത്തൊന്നുമില്ല. അടിക്ക് പുളി ഇടണം. ചൊറിയത്തേ ഇല്ല. ചുരുട്ടി കെട്ടണം ചേമ്പിന്റെ ഇല. ചുരുട്ടി കെട്ടി. ഇപ്പോഴാണോ അത് ചെയ്യുന്നേ? ഇപ്പോഴും എപ്പോഴും ചെയ്യാതെ ഒരിക്കലും കുഴപ്പമില്ല. അതൊക്കെ എന്ന് പറഞ്ഞാൽ ശരീരത്തെ നമ്മുടെ ഈ കൊഴുപ്പൊക്കെ നീക്കുന്നതാ. അങ്ങനൊക്കെ തിന്നിട്ടില്ലയോ ഇപ്പോഴും കണ്ടില്ലയോ ഓരോ അസുഖവും. പണ്ടത്തെ അങ്ങനത്തെ ആഹാരങ്ങളൊക്കെ ഉള്ളു. പണ്ടുള്ളവരെല്ലാം അത് കഴിക്കുമായിരുന്നു. പണ്ടത്തെ വലിയ ആഹാരങ്ങളാന്ന് പറഞ്ഞാൽ ഈ ഇറച്ചിയും മീനും അല്ല കൂടുതലുള്ളവർ. കൂടുതൽ കഴിച്ചിട്ടും ഇല്ല. ഇങ്ങനെയുള്ള പച്ചലക്കറികളും ഇങ്ങനെയുള്ള ചേമ്പല്
അങ്ങനെയുള്ളതൊക്കെ കഴിക്കട്ടുള്ളൂ. അപ്പം അമ്മച്ചി ഇന്ന് 2 കറിയുടെ കൂട്ട് പറഞ്ഞു. ഇന്ന് പടവലങ്ങായും കൊഞ്ചും കൂടെ തീയൽ വെക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ചേമ്പല ചുരുട്ടി തോരൻ വെക്കാൻ അത് അമ്മച്ചി പറഞ്ഞു. ഇനി അമ്മച്ചിയെ കൊണ്ട് അത് ഞാൻ കൊണ്ടുതരാം. അമ്മച്ചി അത് ചെയ്യണേ. എന്നാ ഇന്ന് ഇത്രയും മതി. നമുക്ക് ഏറ്റവും നല്ല രുചിയുള്ളതാ. രുചിയുടെ അല്ല, അസുഖങ്ങൾ കുറവുണ്ട്. ആ അതൊക്കെ കഴിക്കാം.